ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിലെ നിലവിലെ ചാമ്പ്യന്മാരാണ് മാഞ്ചസ്റ്റർ സിറ്റി. നിലവിലെ ചാമ്പ്യന്മാർ എന്നതിലുപരി കഴിഞ്ഞ സീസണുകളായി അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് സീസണുകളായി സിറ്റി തന്നെയാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ കിരീട നേട്ടം കൈവരിക്കുന്നത്. UEFA ചാമ്പ്യൻസ് ലീഗ് ഒക്കെ നേടിയിരുന്നു. ഇതെല്ലാം പെപ് ഗാർഡിയോളക്ക് കീഴിലാണ്. തകർപ്പൻ പ്രകടനമാണ് പെപ്പിന്റെ കീഴിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലും UEFA ചാമ്പ്യൻസ് ലീഗിലൊക്കെ മാഞ്ചസ്റ്റർ സിറ്റി കാഴ്ചവെച്ചത്. മികച്ച താരങ്ങളെ ടീമിൽ എത്തിക്കുന്നു, അല്ലെങ്കിൽ ടീമിൽ ഒരു ഒത്തിണക്കത്തോടു കൂടി മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പെപ് ഗാർഡിയോളക്ക് കീഴിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് കഴിഞ്ഞ വർഷങ്ങളെല്ലാം കഴിഞ്ഞു. 2025 കൂടി മാഞ്ചസ്റ്റർ സിറ്റിയുമായിട്ടുള്ള കരാർ അവസാനിക്കാനിരിക്കുകയാണ്. പെപ് ഗാർഡിയോളയുടെ ഇംഗ്ലണ്ട് ദേശീയ ടീമിന്റെ പരിശീലകനായൊക്കെ രംഗത്ത് വരുമെന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷെ നിലവിൽ പെപ് ഗാർഡിയോള പറയുന്നത് സിറ്റിയിൽ തന്നെ തുടരാനുള്ള സാധ്യത കൂടുതലാണ്. സിറ്റിയിൽ തന്നെ തുടർന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം താൻ ഇവിടെ ഹാപ്പിയാണ്, താരങ്ങളെല്ലാം മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്, ചാമ്പ്യന്മാരായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിറ്റിയിൽ തന്നെ തുടർന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ്. എന്തായാലും 2025 വരെ പെപ് ഗാർഡിയോളക്ക് സിറ്റിയുമായി കരാറുണ്ട്. എന്തായാലും അദ്ദേഹം 2025 ശേഷവും സിറ്റിയിൽ തുടർന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല. അദ്ദേഹം മാഞ്ചസ്റ്റർ സിറ്റിയിൽ തന്നെ കരാർ പുതുക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എന്തായാലും പുതിയ സീസണിലുള്ള ഒരുക്കത്തിലാണ് മാഞ്ചസ്റ്റർ സിറ്റി. 2024-25 സീസണിലുള്ള ഒരുക്കത്തിലാണ്. മികച്ച താരങ്ങളൊക്കെ എത്തിച്ചു. ബ്രസീലിയൻ യുവതാരം സാവിഞ്ഞോ ഒക്കെ എത്തിയിരുന്നു ടീമിൽ. അർജന്റീന യുവതാരം ക്ലൗഡിയോ എച്ച്വേരി തുടങ്ങിയ താരങ്ങളെല്ലാം ടീമിലെത്തി. അത് മാത്രമല്ല കെവിൻ ഡി ബ്രൂയ്നൊക്കെ ഓൾറെഡി സിറ്റിയിൽ തുടരുമെന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. സിറ്റിയുടെ ഒരു ആധിപത്യമായിരിക്കുമോ 2024-25 ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് സീസണിൽ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണാം. എന്തായാലും ഓഗസ്റ്റ് 17 മുതലാണ് പുതിയ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് സീസൺ ആരംഭിക്കുന്നത്.